അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങ് അറേബ്യയിൽ സഹറ ബത്തൂറിൻ്റെ വീട്ടിൽ ആ ഉമ്മയും ഉപ്പയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ബത്തൂൽ നോമ്പിന് വരുമെന്ന് പറഞ്ഞു, പക്ഷെ വന്നില്ല. ഇപ്പോഴിതാ നോമ്പും പെരുന്നാളും കഴിഞ്ഞു, എന്നിട്ടും വന്നില്ല. എനിക്ക് അവളെ കാണാഞ്ഞിട്ട് സമാധാനമില്ല. ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ട ആ ഉമ്മ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്, അതും കേരളത്തിലേക്ക്. അവിടുത്തെ നാടും വീടുമൊക്കെ നമ്മുടെ പൊന്നുമോൾ ശരിക്കൊന്ന് കണ്ടോട്ടെ, ആസ്വദിച്ചോട്ടെ. അവിടുത്തെ നാട്ടിൽ അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിൽ എന്താ നമുക്ക് സന്തോഷമല്ലേ? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എനിക്ക് എൻ്റെ മോളെ കണ്ടേ തീരും. എനിക്ക് എൻ്റെ മോളില്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ നോമ്പിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് വരുമെന്നായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, അതിനിടയിൽ ഫ്ലൈറ്റൊക്കെ മിസ്സായപ്പോൾ അത് പിന്നെ, എന്നാലും എൻ്റെ മോൾക്ക് വരാമായിരുന്നു. ശരിക്കും ആ പിതാവ് വല്ലാത്ത ആശങ്കയിലാണ്. നോമ്പിന് വരാമെന്ന് പറഞ്ഞ് പെരുന്നാളിന് വരാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും വരുന്ന ലക്ഷണമില്ല. എൻ്റെ മകൾ എന്നെ വിട്ടുപോയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഷെഫി ഉസ്താദിൻ്റെ കാര്യത്തിൽ എന്ത് ഭയമാണ് നിങ്ങൾക്കുള്ളത്? അത്രയ്ക്ക് സോലിഹ ഒരു ഭർത്താവിനെയാണ് നമ്മൾ നമ്മുടെ പൊന്നുമോളെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് വിഷമിക്കേണ്ട ആവശ്യം? വിഷമൊന്നുമില്ല അവളുടെ കാര്യത്തിൽ. പക്ഷേ എനിക്ക് അവളുടെ മുഖം കാണാനിട്ട് വല്ലാത്ത സങ്കടം. നിങ്ങൾ വീഡിയോ കോളിൽ സംസാരിക്കാറില്ലേ? ഉണ്ട്, പക്ഷേ എനിക്ക് നേരിൽ കാണണം. എൻ്റെ പൊന്നുമോളെ ഒന്ന് കെട്ടിപ്പിടിക്കണം. എൻ്റെ മനുഷ്യ, എന്താ നിങ്ങളിങ്ങനെ? അതെ, മോള് വലിയ മോളായി, ഇപ്പോൾ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്, ഗർഭിണിയാണ്. ആ കാര്യമൊക്കെ നിങ്ങളങ്ങ് മറന്നു പോയോ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയെങ്കിലും പോയി കാണണം. എൻ്റെ പൊന്നോ അർബാം, നിങ്ങൾ എന്താ പറയുന്നത്? അവരിങ്ങെത്തും, നിങ്ങൾ വിഷമിക്കില്ലേ? അങ്ങനെ തന്നെ അല്ലേ മക്കളെ കല്യാണം കഴിച്ചു പോയാലേ? എന്തായാലും നമ്മളെ മോൾ എന്ത് ഭാഗ്യവതിയാണ്. അത് കാഴ്ചയില്ലാത്ത ആ ഒരു പൊന്നുമോൾക്ക് അള്ളാഹു കാഴ്ച നൽകി. അതാ ഉസ്താദിൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്തിനാ ഇത്രയധികം ടെൻഷനാകുന്നത്? അല്ല, എന്തെന്നറിയാം, നമുക്ക് വേറൊരാളില്ലല്ലോ കാണാൻ. എൻ്റെ പൊന്നും മോള് പോയതിൽ എൻ്റെ ഹൃദയം പൊട്ടാണ്. എനിക്ക് അവളെ കാണണം. എൻ്റെ പൊന്നും ഭർത്താവേ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കില്ല. ഇൻഷാ അല്ലാ നമുക്ക് ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം. എന്നാൽ അപ്പോൾ തന്നെ അതാ ആ ഉമ്മ നേരെ ബത്തൂലിനെ വിളിക്കുന്നു. ആ രാത്രി ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിൽ തല ചായച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അവൾ. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഫോൺ കോൾ അതാ അവർ രണ്ടുപേരും ശാന്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. എന്നാൽ ബത്തൂലൊരു നിമിഷം, അല്ല ഉമ്മ, മാഷാ അല്ലാ, എടുക്ക്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതാ അറബിച്ച് സംസാരിക്കാൻ തുടങ്ങി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൈഫ ഹലക്? സൈൻ, അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു. പിന്നീട് പിതാവിൻ്റെ കാര്യം പറഞ്ഞു. ഉപ്പാക്ക് മോളെ കാണാൻ വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കേരളത്തിൽ നിന്ന് അറബിയിലേക്ക് തിരിച്ചു പോരണം എന്നാണ് പിതാവ് പറയുന്നത്. എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി. എങ്കിലും ഷെഫി ഉസ്താദിനെ നോക്കി. ഉസ്താദേ, നമ്മൾ എന്നാ? ഇൻഷാ അല്ലാ ഒരു നിക്കാഹ് കാര്യമുണ്ടല്ലോ, അതങ്ങോട്ട് കഴിഞ്ഞ് നമുക്ക് പോകാം. ഇത് കുറച്ച് ടൈം എടുത്തു പോയി, സാരല്ല. എങ്കിലും അൽഹംദുലില്ലാ നമുക്ക് ദുആ ചെയ്യാം പടച്ച റബ്ബിനോട്. എന്നാൽ ഷെഫി ഉസ്താദ് ഫോൺ വാങ്ങി. ഉമ്മ, ഇൻഷാ അല്ലാ ഞങ്ങൾ പെട്ടെന്ന് വരെ ഒരു നിക്കാഹിൻ്റെ കാര്യം ഉണ്ടായിരുന്നേ. മോനെ, ആയിക്കോട്ടെ, എനിക്കല്ല ഈ പിതാവിനാണ്. അങ്ങനെ ആ ഉപ്പയും ഷെഫി ഉസ്താവും തമ്മിൽ സംസാരിക്കുകയാണ്. പൊന്നു മോനെ, എൻ്റെ മോളെ കാണാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. തീർച്ചയായും എനിക്ക് എൻ്റെ മോളെ പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ നിന്ന് എത്തിച്ചു തന്നാൽ ഉപ്പ ഞങ്ങൾ തീർച്ചയായും വരുന്നു. അതേ മോനെ, നിൻ്റെ അടുത്തായതുകൊണ്ടാണ് എൻ്റെ മനസ്സിലേക്ക് പിന്നെ ഒരു സമാധാനമുള്ളത്. എന്തൊക്കെ തന്നെയാലും പൊന്നു മോനെ, അധികം വൈകാതെ വരുമല്ലോ. ഉപ്പാക്ക് സഹിച്ചിരിക്കാൻ കഴിയുന്നില്ല മോനെ. ഉപ്പ തീർച്ചയായും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വന്നിരിക്കും. അങ്ങനെ അത് അവർ ഫോൺ കട്ട് ചെയ്തു. ബത്തൂൽ, നീ കേൾക്കുന്നുണ്ടോ? എന്താ, എൻ്റെ ബത്തൂലിനെ നാട്ടിലെത്തിയതിന് ശേഷം വല്ലാതെ പോകാൻ കൂട്ടമില്ലെന്ന് തോന്നുന്നില്ലേ? അത് അങ്ങനെയല്ല, ഇവിടെ ഈ ഒരു കൊച്ചുകുടിലിൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മടിയിലിങ്ങനെ കിടക്കുമ്പോഴൊക്കെ അത് വല്ലാത്തൊരു സുഖവും സന്തോഷവും. ഒരുപാട് വലിയ കൊട്ടാരം, ഒരുപാട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട്, അതിനപ്പുറം ഒരു കൊച്ചുകുടിലിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുക എന്ന് വെച്ചാൽ അതിനേക്കാൾ സുഖം ഒരു AC റൂമിലും കിടന്നാൽ കിട്ടില്ല, അല്ലേ?
എൻ്റെ പെണ്ണെ, നിങ്ങളൊക്കെ AC റൂമിൽ മാത്രം എപ്പോഴും ജീവിക്കുന്ന ആളുകളല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ? ഏയ് ഇല്ല, എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചകം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെ, ഈ ദുനിയാവ് എനിക്ക് സ്വർഗമാണ്. സത്യമായിട്ടും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം സീനത്തിനെയാണ് ആലോചിച്ചത്. റബ്ബേ, എൻ്റെ സീനത്ത് ഒരിക്കൽ പോലും ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടില്ല, എൻ്റെ മുഖത്തേക്ക് പോലും ശരിക്കും നോക്കിയിട്ടില്ല, എന്നോട് സംസാരിച്ചില്ല. ഒരു നിമിഷം അദ്ദേഹം വിചാരിച്ചു, റബ്ബേ, സീനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് അത് വലിയൊരു ഭാഗ്യമാണ് റബ്ബേ, അവൾക്ക് നീ നല്ലൊരു ജീവിതം കൊടുക്ക്. എന്നാൽ അപ്പോഴും സീനത്തിൻ്റെ ആ ഒരു കഠിനമായ ഓർമ്മകൾ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അലതല്ലിക്കൊണ്ടിരുന്നു. എങ്കിലും പുറത്ത് പുഞ്ചിരിയാണെന്ന് മാത്രം. അതെ, സീനത്ത് തന്നെ വേദനിപ്പിച്ച കാര്യങ്ങൾ, ഓരോ നിമിഷവും അവൾ പറഞ്ഞ തട്ടുത്തരങ്ങൾ, റബ്ബേ, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു മണിമുത്ത് രത്നം എൻ്റെ ബത്തൂലെ എത്രമാത്രം നല്ല മോളാണ്. പാവം, ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവളുടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒഴിവാക്കി എൻ്റെ നെഞ്ചിൽ ചൂടേറ്റ് ജീവിക്കുന്ന എൻ്റെ ബീവി, എൻ്റെ ബത്തൂൽ. അതെ, വീട്ടിൽ വലിയ കൊട്ടാരമുണ്ട്, സ്വന്തമായിട്ട് അവൾക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അവൾക്ക് എൻ്റെ സ്നേഹം മാത്രമാണ് അവൾ കൊതിക്കുന്നത്, അല്ലാതെ ഒരുപാട് സ്വത്തോ സമ്പത്തോ പണമോ അല്ല അവൾ. അതെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ കൂടെ ജീവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച അവൾ. റബ്ബേ, എത്രമാത്രം ഭാഗ്യവാനാണ് ഞാൻ. ശരിക്കും ഷെഫി ഉസ്താദ് അത് വിചാരിക്കുകയാണ്. എന്നാൽ ഈ സമയം അതെ, ആ മാതാപിതാക്കളെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ആ മാതാപിതാക്കളല്ലേ ഈ പൊന്നുമോൾ ഉണ്ടാകാൻ കാരണക്കാർ, അതെ, അവരെ പ്രസവിച്ചത് അതൊക്കെ അവരല്ലേ. അതുകൊണ്ട് ആ മാതാപിതാക്കളെ വിഷമിപ്പിക്കാൻ പാടില്ല. ആ പിതാവിൻ്റെ കണ്ണുനീർ അത് തൻ്റെ പൊന്നുമോളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് തോന്നുകയാണ്. വൈകാതെ തന്നെ പോകണം ബത്തൂൽ. എൻ്റെ ഉസ്താദ് ഇങ്ങനെ ആലോചിക്കണത്? അവളുടെ ആ മനോഹരമായ ശബ്ദം അത് ഉസ്താദിൻ്റെ ചെവിയിലേക്ക് പടർന്നു. അത് ഷെഫി ഉസ്താദ് അവളുടെ കാതോരം ഒരു ചുംബനം നൽകിയിട്ട് പറഞ്ഞു, പെണ്ണെ, നമുക്ക് പോകണ്ടേ അവിടെ അറബ് നാട്ടിലേക്ക്? പോവാനായോ? നിനക്ക് ഉമ്മയും ഉപ്പയും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഉസ്താദ് എന്തോ ഒരു ലക്ഷ്യം വെച്ച് നിൽക്കുകയാണല്ലോ ഇവിടെ. അതെ, നിക്കാഹ് വൈകാതെ പെട്ടെന്ന് അവിടെ നിക്കാഹ് അങ്ങ് നടത്തി കൊടുത്തിട്ട് നമുക്ക് പോകാം. എന്നാൽ ആ നിമിഷം തന്നെ നേരെ ആസിഫിനെ വിളിക്കുന്നു. ഹലോ ആസിഫ്, പിന്നെ എന്തായി നിക്കാഹിൻ്റെ കാര്യമൊക്കെ? ഷെഫി, ഞാൻ ഇൻഷാല്ല പറയാട്ടോ, ഞാൻ വിളിക്കാം. എന്തൊക്കെ തന്നെയായാലും അധികം വൈകിപ്പിക്കരുതേ, കാരണം ബത്തൂലിൻ്റെ മാതാപിതാക്കൾ വിളിക്കുന്നുണ്ട്. ഇൻഷാല്ല ഒക്കെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം. എന്നാൽ ആസിഫ് സാറ് അദ്ദേഹം ആകപ്പാടെ ഒരു മനോവിഷമത്തിലായിരുന്നു. നേരെ പിതാവിന്, അതായത് സീനത്തിൻ്റെ പിതാവിന് ഒരിക്കൽ കൂടി വിളിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഷെഫി ഉസ്താദ് വിളിച്ചിരുന്നോ, നിക്കാഹിൻ്റെ കാര്യമൊക്കെ എന്തായി എന്ന് പറഞ്ഞിട്ട്? അതെ, അവർക്ക് അറബ് നാട്ടിലേക്ക് പോകുവാനുള്ള തിരക്കായിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കൾ വിളിക്കുന്നുണ്ട്. കാരണം ആ പെണ്ണൊരൊറ്റ മോളല്ലേ ഉള്ളൂ, ആ മോളെ അവർക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അതാ ആ പിതാവ് പറഞ്ഞു, ഇൻഷാ അല്ലാ ഞാൻ പറയാം, പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നാളെ രാവിലെ കാണണം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ ആ ദിവസവും രാത്രി ആ പിതാവ് മകളുടെ റൂമിലേക്ക് എത്തി. തൻ്റെ പൊന്നു മകൾ അതാ കുഞ്ഞിനെ പോലും ശരിക്കൊന്ന് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മോളെ, കുഞ്ഞിനെ നീ കരയിപ്പിക്കല്ലേ, കുഞ്ഞിനൊപ്പം നോക്കിക്കോളാം. അതേക്ക, നമുക്ക് നോക്കാം കുഞ്ഞിനെ. അവളുടെ ലക്ഷ്യം എന്താ? ഒന്നുമില്ല, നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. മോൾ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെ എല്ലായിരുന്നല്ലോ മോള്. എന്താ? ഒന്നുമില്ല, കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കാൻ എന്നെക്കൊണ്ടാവില്ല. എൻ്റെ കൂടെ കുട്ടീൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുഞ്ഞിനെ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ കുഞ്ഞിനെ നോക്കില്ല. മോളെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അത് ത്വലാക്ക് ചൊല്ലിയതല്ലേ മോളെ, നീയായിട്ടല്ല നഷ്ടപ്പെടുത്തിയത്, നീയാണ് ഇറങ്ങിപ്പോയത്. പിന്നെന്താ നിന്നെയും വെച്ച് നിൽക്കുകയെ? അവന് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവനത് ചെയ്തു. അതത്ര തെറ്റുള്ള കാര്യമാണോ? ഞങ്ങളൊക്കെ അതിന് സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എന്നെ ത്വലാക്ക് ചെല്ലിപ്പിച്ചതല്ലേ? അങ്ങനെയല്ല മോളെ, അങ്ങനെ പറയരുത്. എല്ലാവരും കൂടി എന്നല്ല, എല്ലാവരുടെയും മാനസികാവസ്ഥ നിനക്കറിയുന്നതല്ലേ. പെട്ടെന്ന് അതാ അവളുടെ ആങ്ങൾ അങ്ങോട്ട് വന്നു. സീനത്തെ, എന്താ സീനത്തെ നീ ഇങ്ങനെ മാറി മറിഞ്ഞത്? ആരെങ്കിലും അതെങ്ങാനും ആ പോലീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സൈക്കോ. ഏത് പോലീസ്? നിങ്ങൾ പോലീസിനെയും പട്ടാളത്തിനെയും എല്ലാവരും കൂടി വിളിച്ച് ഞങ്ങൾ കെട്ടിച്ചോളി. ഞാൻ അതിലേക്കാണ് വീണ് പോയിക്കോളാം. സീനത്തെ, ദയവായി
നീ എൻ്റെ കൊച്ചു പെങ്ങളാണ്. എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇക്കാക്കയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാണ്. നീ വിവാഹത്തിൽ സമ്മതിച്ചതാണ്, പിന്നെ ഇതിൽ നിന്ന് പിന്മാറുന്നു ഒരിക്കലും ശരിയല്ല. പിന്നെ ഷെഫി ഉസ്താദ് അവർ ജീവിച്ചോട്ടെ, അവർ ആ പെണ്ണിൻ്റെ കൂടെ ജീവിക്കട്ടെ. കാരണം നമ്മളായിട്ട് ആ ഒരു ബന്ധമില്ലാതാക്കിയതാണ്, അത്രക്കും അവർ ക്ഷമിച്ചതാണ്, ക്ഷമയുടെ അങ്ങേയറ്റം, ക്ഷമയുടെ നെല്ലിപ്പരിക കണ്ടതാണ്. അതെ, ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി നമുക്ക് വേണ്ടി അത്യധികം ത്യാഗങ്ങൾ സഹിച്ചതായിരുന്നു. എന്തെല്ലാം സാധനങ്ങൾ, അതൊക്കെ നിനക്കറിയുന്നല്ല, എത്ര ക്യാഷ് എത്ര കൊടുത്തയച്ചു നിനക്ക് വേണ്ടി. പക്ഷേ നിൻ്റെ മനസ്സ് മാറിയില്ല, നീ മറ്റുള്ളവരുടെ മനസ്സിലായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇനിയും ഒരു ചാൻസ് ഉണ്ട്, നീ നല്ലൊരു ജീവിതം നിനക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഷെഫി ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് നീ പോന്നുവെങ്കിലും നിനക്ക് നല്ലൊരു വിവാഹാലോചന ഉണ്ടായിട്ടുണ്ട്. കാരണം നല്ല ദീനിയായൊരു യുവാവ്, അതുമാത്രമല്ല ഭൗതികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരും SIയുമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം നല്ലൊരു കിട്ടലാണ് നമുക്ക് കിട്ടുന്നത്. നീ അത് എതിർത്ത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഇനി ഇങ്ങനെ കിട്ടില്ല, നീ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. ഇക്കൊക്കെ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഓ പിന്നെ എല്ലാവരും കൂടി പിന്നെ ആരെക്കൊണ്ടോ കെട്ടിക്കണേ? എടി പെണ്ണെ, കല്യാണം കഴിക്കാത്ത നല്ല സൂപ്പർ ചെക്കനാണ്, നല്ല ഗ്ലാമറാണ്, കണ്ടാൽ ആരും കൊതിച്ചു പോകുന്ന ചെക്കനാണ്. അവന് നീ നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തിയാലേ അത് വല്ലാത്തൊരു നഷ്ടമായിരിക്കും കേട്ടോ. ഈ ഫോട്ടോ നോക്കിക്കേ, ഒന്ന് നോക്ക് പെണ്ണേ. കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു നിനക്ക് നല്ല ഭാഗ്യമാണ് ലഭിച്ചത്, നിനക്ക് ഇവന് അളിയനായി വരികയെന്ന് വെച്ചാൽ അത്രക്കും നല്ല മനുഷ്യസ്നേഹിയായ ആളും എല്ലാം കൊണ്ടും കണ്ടില്ല അവൻ്റെ ബോഡിയുടെ ലുക്ക്, എന്താ സെറ്റപ്പ്. ഷമീർ SI എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അളിയനായി വരിക എന്നൊക്കെ പറയുമ്പോൾ. ഒന്നുമില്ലെങ്കിൽ കുഞ്ഞുള്ള എൻ്റെ പെങ്ങളെയാണ് അവൻ ഏറ്റെടുക്കാൻ നിൽക്കുന്നത്. ഒരിക്കൽ പോലും അത് നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തിയാൽ വലിയൊരു നഷ്ടമായിരിക്കും നിനക്കത്. എന്നോട് ഇതിനെക്കുറിച്ച് പറയേണ്ട പറഞ്ഞില്ലേ? എനിക്കിപ്പോൾ അതൊന്നല്ല, എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് ഒറ്റക്കാവില്ല, ഷെഫി ഉസ്താദും കൂടെ വേണം. ഞങ്ങളുടെ രണ്ടാളത്തെ കൂടിയാണ് കുഞ്ഞ്, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് നോക്കണം. എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഷെഫി ഉസ്താദിൻ്റെ കൂടെ മാത്രമേ ജീവിക്കണുള്ളൂ, അല്ലാതെ വേറൊരുത്തൻ്റെയും കൂടെ എനിക്ക് താല്പര്യമില്ല. പിന്നെ പ്ലീസ് അദ്ദേഹത്തെ നാണം കെടുത്തരുത്. എത്ര സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം പെണ്ണ് കാണാൻ വന്നതും ഒക്കെ. നിനക്ക് അന്ന് തന്നെ പറഞ്ഞുകൂടായിരുന്നോ ഇതൊക്കെ വേണ്ടെന്നുള്ളത്? ഒരു മനുഷ്യൻ ഇത്രമാത്രം ഇടങ്ങാറാക്കാൻ പാടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒന്ന് ചിന്തിച്ച് നോക്ക് പെണ്ണേ. ഇത്രയും നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിനക്ക് ലഭിക്കുക, നീ എന്നിട്ട് ഒഴിവാക്കിയ ആദ്യ ഭർത്താവിന് തിരഞ്ഞു പോകുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇസ്ലാമികമായ നിയമം എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊന്നുള്ള നിയമങ്ങളല്ല. ഇഷ്ടമുള്ളപ്പോൾ ഡൈവേഴ്സ് ചെയ്യാനും ഇഷ്ടമുള്ളപ്പോൾ കെട്ടാനും പറ്റൂല. നിന്നെ ഒഴിവാക്കിയതാണ്, 3 ത്വലാഖും ചൊല്ലിയതാണ് നിൻ്റെ ഓരോ സ്വഭാവം കൊണ്ട് ഞങ്ങളൊക്കെ തന്നെയാണ് നേതൃത്വം നൽകിയത്. ഓ അപ്പം നിങ്ങളെല്ലാവരും പണിയായിരുന്നില്ലേ? പിന്നെന്താ, ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് എന്നിട്ട് പിന്നെ അവരെങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കുക എന്താന്നില്ലേ? ഞങ്ങൾക്ക് വെറുത്ത് പോയതായിരുന്നു നിന്നെ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനതിൽ നിന്ന് പിന്മാറില്ല. ഇതിൽ നിന്ന് ഞാൻ ഇനിയും ഷെഫി ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുള്ളൂ. എൻ്റെ പെണ്ണേ, നീ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനി നിന്നെ ഷെഫി ഉസ്താദ് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരുത്തൻ കല്യാണം കഴിച്ച് വീണ്ടും ഡൈവേഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ. അത് അവിടെ പാടുള്ളൂ. ആര് പറഞ്ഞു? അങ്ങനെയാണ് ഇസ്ലാമിക നിയമം. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും നിയമങ്ങളല്ല ഇതിന്. ഒരു മുസ്ലിം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊക്കെ പാലിച്ച് നടക്കണം. അല്ലാതെ ഇഷ്ടമുള്ള പോലെ താന്തോതികളെ പോലെ നടക്കില്ല വേണ്ടത്. ഓ, താന്തോതി എന്നൊക്കെ വിളിച്ച എന്നെ ആയിരിക്കുമല്ലേ? പിന്നെന്താ, ഞാൻ എന്താ പറയുക ഇതിനൊക്കെ? ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ് തരുന്നത്. നിനക്ക് സമ്മതമാണോ അല്ലയോ? ഞാൻ ഇപ്പം അദ്ദേഹത്തെ വിളിക്കും, വേഗം നിക്കാഹിന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ആസിഫ് സാറൊക്കെ വിളിക്കുന്നുണ്ട്. അവരൊക്കെ ഇതിന് സപ്പോർട്ടീവാണ്. എന്താണ് എന്നാൽ ഉപ്പ അങ്ങോട്ട് വന്നു. മോളെ എന്തെങ്കിലും ഇന്ന് പറയും, അവർ ഇങ്ങനെ പറയുന്നുണ്ട്. ഉപ്പ എനിക്ക് സമ്മതമല്ല. മോളെ എന്താ ഇത്രമാത്രം ഇതിൽ നിനക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? എനിക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ ജീവിച്ചാൽ മതി. എനിക്ക് മൂപ്പരപ്പാണ് ഇഷ്ടം. മൂപ്പര സ്നേഹം അതൊരു വേറെ സ്നേഹമായിരുന്നു. അദ്ദേഹം സ്നേഹം വാരിക്കോരി തരുമായിരുന്നു. നിനക്കടി ഇത് ആദ്യം അറിയില്ലായിരുന്നോ? ആങ്ങളെ ചോദിച്ചു. അറിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അന്ന് എനിക്കിഷ്ടം അങ്ങനെയായിരുന്നു. ഇപ്പം എനിക്കിഷ്ടം മൂപ്പരെ കൂടെ ജീവിക്കണം തന്നെയാണ്. അവരങ്ങനെ അങ്ങ് സുഖിക്കണ്ട. നിനക്ക് അസൂയയാണ്, നിനക്ക് അസൂയ. ഒരു പെണ്ണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട് എന്നതിൻ്റെ അസൂയ, ആ അസൂയ തന്നെയാണ്. എൻ്റെ സ്ഥാനത്തേക്ക് അപ്പോഴേക്ക് എന്തിനാ അവൾ കയറി വന്നത്?
എനിക്കുള്ളത് എനിക്ക് കിട്ടണം. എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയാണ് ഷെഫി ഉസ്താദ്. അതുകൊണ്ട് എനിക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ പോകണം. അല്ലാഞ്ഞാൽ ഞാൻ ഒന്നിനും നിൽക്കൂല. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട വീട്ടുകാർ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. എന്നാൽ ആസിഫ് സാറ് വിളിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെ കൈകാലുകൾ കുഴഞ്ഞു. റബ്ബേ, എന്താഞ്ഞിപ്പോൾ ഞാൻ ചെയ്യുക റബ്ബേ. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ ഒരു യുവാവിൻ്റെ മനസ്സ്, ഷമീറിൻ്റെ മനസ്സ്, അത് എന്തായി തീരും റബ്ബേ. എത്രമാത്രം പ്രതീക്ഷയോടെയായിരിക്കും അദ്ദേഹം അന്ന് വന്നതൊക്കെ. അതെ, അത്രക്കും നല്ലൊരു യുവാവ്, എല്ലാം കൊണ്ടും, യുക്തി കൊണ്ടും അതുപോലെ സേവനം കൊണ്ടും എല്ലാം കൊണ്ടും വളരെയധികം നല്ലൊരു മനുഷ്യൻ ഷമീർ. അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്, നഷ്ടപ്പെട്ടാലോ അത് വലിയൊരു നഷ്ടവും. മോളെ, നീ ആലോചിച്ചിട്ടാണോ പറയുന്നത്? സുന്ദരനായ ഒരു സുമുഖനായ, എല്ലാത്തിനും ഉപരി നല്ല ധൈര്യവും ശക്തിയും ഉള്ള ഒരാളെയാണ് നിനക്ക് മോള് ഉപ്പ കണ്ടെത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിന് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ളത് നിൻ്റെ ആദ്യ ഭർത്താവ് ഷെഫി ഉസ്താദ് തന്നെയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് എൻ്റെ സീനത്തിനെ വിവാഹം കഴിക്കും. ഓ, അപ്പം അങ്ങനെ എന്നെ ഒഴിവാക്കാനാണല്ലേ? അവരെ പിന്നാലെ എങ്ങാനും ഞാൻ കൂടുമോ എന്നുള്ള ഭയമായിരിക്കും. ഷെഫി ഉസ്താദേ, ഇങ്ങളെ ഞാൻ വെറുതെ വിടില്ല കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ സുഖിക്കണ്ട. ശരിക്കും ആ മകളുടെ വാക്കുകൾ കേട്ട് അത് ആ ഉമ്മയും ഉപ്പയും ഞെട്ടുകയാണ്. ആങ്ങളെയും, സീനത്തെ, നിന്നെ ഒരുപാട് ഞങ്ങൾ കൊഞ്ചിച്ച് തലയിൽ വെച്ചു. നീ ഞങ്ങൾക്ക് നല്ല സമ്മാനം നൽകി പോയി അല്ലേ? ഞങ്ങൾ എത്രമാത്രം കണ്ണീരൊഴുക്കി നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എത്രമാത്രം എൻ്റെ ഉമ്മയും ഉപ്പയും ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിനക്കറിയോ? അതൊക്കെ നീ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പം വീണ്ടും നീ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കണല്ലേ? നീ എന്തിനാണ് വേണ്ടാത്ത പ്രവൃത്തി ചെയ്തത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമായിരുന്നില്ലേ? നീയായിട്ടല്ല എല്ലാം നഷ്ടപ്പെടുത്തിയത്. എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കിഷ്ടമുള്ള ഞാൻ തീരുമാനിക്കും. നിങ്ങളാരും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമേ എനിക്കില്ല. എന്താന്നില്ലേ, ഓരോന്നുണ്ട് വന്നോളും. പോലീസ്, പട്ടാളം, വക്കീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിന് എന്തിനാ നിങ്ങൾ ഇടപെടണേ? ശരിക്കും അതാ ആ മകളുടെ വാക്കുകൾ കേട്ട് അവർ നെറ്റിത്തരിച്ചു പോവുകയാണ്. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ആസിഫ് വീണ്ടും ഉപ്പയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തായി, നാളെ നമുക്ക് എൻഗേജ്മെൻറ്റ്, അതിനു വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്താലോ എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പഠിച്ചോനെ, എന്തായി തീരും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, നമ്മുടെ ഷെഫി ഉസ്താദ് അവളെ പൊന്നു പോലെ നോക്കിയിട്ടും അന്ന് പുച്ഛത്തോടെ അവനെ വലിച്ചെറിയുകയായിരുന്നു. അവൻ നൽകിയ ആ വസ്ത്രങ്ങൾ അതെല്ലാം അവൾ ഒഴിവാക്കി തെറ്റിൻ്റെ വഴിയിലേക്ക് പോയി. എന്നിട്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചു. പക്ഷേ ഇപ്പോൾ അവളുടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഷെഫി ഉസ്താദിൻ്റെ ജീവിതം കുളമാക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ തന്നെയും കാത്തിരിക്കാം നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങളുടെ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുക. സീനത്തിന് എന്താണ് നല്ലത്? ഒരു പക്ഷേ നമ്മുടെ ഷമീറിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോകുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കും. ഒരു പക്ഷേ ആയിഷയാണെങ്കിലോ അതിനേക്കാൾ നല്ല കുട്ടി. നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ആരെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.